ട്രെയിനിലേറി വരും, പിന്നെ മോഷ്ടിച്ചിട്ട് വിമാനം കയറി പോകും. ഹൈടെക് കള്ളന്മാരുടെ വാർത്തയിലേക്കാണ്. വില കൂടിയ മൊബൈൽ ഫോണുകൾ മോഷ്ടിക്കുന്ന സംഘത്തിലെ പ്രധാനിയായ ടിപ്പു സുൽത്താനെ പിടികൂടി. മുംബൈ പോലീസാണ് പ്രതിയെ പിടികൂടിയത്. പശ്ചിമ ബംഗാളിൽ നിന്നാണ് പ്രതിയെ പിടികൂടുന്നത്. മോഷ്ടിക്കുന്ന മൊബൈലുകൾ അതിർത്തി കടത്തി ബംഗ്ലാദേശിൽ വിൽപ്പനയ്ക്ക് എത്തിക്കുന്ന സംഘത്തെക്കുറിച്ച് നിർണായക വിവരങ്ങളും പോലീസ് കണ്ടെത്തി. ഈ മോഷണം മുതൽ ബംഗ്ലാദേശിൽ എത്തുന്നതോടുകൂടി അവിടെ പിന്നെ തൊണ്ടി കിട്ടാൻ പോലീസിന് വലിയ പ്രയാസമായിരിക്കും. മുംബൈയിലെ സയൻ, നായർ ആശുപത്രികളിൽ ചികിത്സ തേടിയെത്തുന്നവരെയും കൂട്ടിരിപ്പുകാരെയും ലക്ഷ്യമിടുന്നതാണ് അറസ്റ്റിലായ ടിപ്പു സുൽത്താന്റെയും സംഘത്തിന്റെയും രീതി. ബംഗാളിൽ നിന്ന് മുംബൈയിലെത്തി ലോഡ്ജിൽ താമസിച്ചാണ് മോഷണത്തിന് തയ്യാറെടുക്കുന്നത്. തക്കം നോക്കി തിരക്കുള്ള ഇടങ്ങളിൽ വെച്ച് മോഷണം നടത്തും. 80,000-നും 1,50,000-നും ഇടയിൽ വില വരുന്ന ഫോണുകളാണ് മോഷ്ടിക്കുന്നത്. മോഷണശേഷം വിമാനമാർഗം ബംഗാളിലേക്ക് പറക്കും. പിന്നാലെ മോഷണം മുതൽ അതിർത്തി കടത്തും. 16,000 രൂപ വരെ വിമാന ടിക്കറ്റിനും ഏതാണ്ട് 5,000 രൂപ താമസത്തിനും ചിലവിട്ടാണ് മോഷണം. ഫെബ്രുവരി 23-ന് നായർ ആശുപത്രിയിൽ നിന്നും 27-ന് സയൻ ആശുപത്രിയിൽ നിന്നും ഓരോ iPhone 16 മോഷണം പോയിരുന്നു. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് പ്രതികളെക്കുറിച്ച് ആദ്യ സൂചനകൾ നൽകിയത്. മാർച്ച് 9-നാണ് മുംബൈ പോലീസ് സംഘം ട്രെയിൻ മാർഗം ബംഗാളിലെത്തിയത്. ഏറെ ദുഷ്കരമായ സാഹചര്യങ്ങളെ നേരിട്ടാണ് മാൾഡ ജില്ലയിലെ ഒരു ചോർ ബസാറിൽ നിന്ന് പ്രതികളിൽ ഒരാളെ പിടികൂടിയത്. സംഘത്തിൽ കൂടുതൽ പേരുണ്ടെന്നും അന്വേഷണം പുരോഗമിക്കുകയാണെന്നും പോലീസ് പറയുന്നു. 24 മുംബൈ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.